ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ വിരുന്നിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷം 14 അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ യേശു ഉപമ പറയുകയാണ്. ഒരിക്കൽ ഒരുവൻ വലിയൊരു സദ്യ ഒരുക്കി വളരെയേറെ പേര് ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ ദാസരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ ഭവനത്തിലേക്ക് വരുവാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഓരോരുത്തരായി ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിന്മാറാൻ തുടങ്ങി. ഒരുവൻ പറയുന്നു, ഞാൻ വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരുവൻ പറയുന്നു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അതിനെ പരീക്ഷിക്കുവാൻ പോകേണ്ടിയിരിക്കുന്നു. മറ്റൊരുവൻ പറയുന്നു, ഞാൻ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വരാൻ കഴിയില്ല. ഓരോരോ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരുക്കപ്പെട്ട വിവാഹ വിരുന്നിൽ നിന്ന്, സദ്യയിൽ നിന്ന് അകന്നു പോവുകയാണ്. വലിയ സങ്കടകരമായ അനുഭവമാണ്. ഗൃഹനാഥനോട് അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ക്ഷണിക്കപ്പെട്ടവരാരും വിവാഹ വിരുന്നിന് യോഗ്യരല്ല. നീ പോയി തെരുവീഥിയിൽ കാണുന്നവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. കുരുടരും മുടന്തരും രോഗികളും ദരിദ്രരും വഴിയിലുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് എൻ്റെ വിരുന്നുശാല നിറയ്ക്കുക. അർഹതപ്പെട്ടവർ അനർഹരായി തീർന്നപ്പോൾ അനർഹരിൽ നിന്ന് ലോകം കരുതിയവരെ അർഹരാക്കി മാറ്റി വിരുന്ന് നൽകുന്ന വലിയൊരു നന്മയുടെ ബലം. ദൈവം നമ്മെ ക്ഷണിക്കുന്ന നിത്യതയുടെ വിരുന്നിലേക്കാണ്. നാം ഈ ലോകത്തിൻ്റെ അത്യാവശ്യങ്ങൾ പറഞ്ഞ് അകന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നിത്യമായ കൃപയാണെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുകയാണ്. വളരെ അർത്ഥസമ്പുഷ്ടമാണ് ഇന്നത്തെ വചനഭാഗം. നാം എത്രത്തോളം ധ്യാനിക്കുമോ അത്രത്തോളം നമ്മെ കൂടുതൽ ചിന്തയിലേക്കും കൂടുതൽ ബോധ്യങ്ങളിലേക്കും വഴി നടത്തുവാൻ ബലമുള്ളതാണത്. നാം എന്ത് കാര്യത്തിനാണ് ജീവിതത്തിൽ പ്രയോറിറ്റി നൽകുന്നത്, പ്രാധാന്യം നൽകുന്നത്? ഈ ലോകത്ത് ആവശ്യമായ കാര്യങ്ങൾ പലതുമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യമായി ദൈവത്തെ കാണുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഓരോ ബലിയും മഹത്തായ കൃപാവരമാണ്. സ്വർഗം നമ്മെ എല്ലാ കൃപാവരങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. നാം കുർബാനയേക്കാൾ അമിത പ്രാധാന്യം നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നൽകുമ്പോൾ ക്രിസ്തു അവിടെ സങ്കടപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷം യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ക്ഷണം നിരസിക്കുകയാണ് എങ്കിൽ ഉണ്ടാകാവുന്ന ദുരനുഭവം കൂടി പറയുന്നുണ്ട്. നാം സ്വർഗമൊരുക്കിയ വിരുന്ന് നഷ്ടമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ സംതൃപ്തരായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ അല്പസന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന ബോധ്യവും സുവിശേഷം നൽകുന്നുണ്ട്. നമുക്ക് നിത്യതയുടെ വിരുന്നുണ്ണാൻ യോഗ്യത ലഭിക്കത്തക്ക വിധം ഈ പുണ്യഭൂമിയിൽ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ വരവും കൃപയും നൽകണമേ എന്ന് നല്ല ദൈവത്തോട് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.